നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യ മനുഷ്യനെ അടിമപ്പെടുത്തരുത്. കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷം വളരണമെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ. വിശ്വാസത്തിൽ ആഴപ്പെട്ട് സ്നേഹത്തിൽ വളരുന്ന ക്രൈസ്തവ സമൂഹമാണ് ലോകത്തിന് യഥാർത്ഥ സാക്ഷ്യമാകേണ്ടതെന്ന് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ഇരിങ്ങാലക്കുട രൂപത കുടുംബ കൂട്ടായ്മ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിച്ചു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പരസ്പര വിശ്വാസത്തിൽ വളരാനും ഇത്തരം ആത്മീയ കൂട്ടായ്മകൾ വഴിയൊരുക്കുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതിക വിദ്യകളും മനുഷ്യ ജീവിതത്തിന് വലിയ സഹായകമാണെങ്കിലും അവ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദൈവം നൽകിയ ബുദ്ധിശക്തിയും കഴിവുകളും നന്മയ്ക്കായി വേണം ഉപയോഗിക്കാൻ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം മനുഷ്യന്റെ മഹത്വവും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷം വളർത്തിയെടുക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. എളിമയും ദൈവാശ്രയവും ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുക. കുടുംബാംഗങ്ങൾ പരസ്പരം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും ആത്മീയ ചൈതന്യം ജീവിതത്തിൽ ഭാഗമാക്കാനും തയ്യാറാകണം. കുടുംബങ്ങളിലൂടെ ക്രിസ്തുവിന്റെ അനുകമ്പയും സ്നേഹവും സമൂഹത്തിലേക്ക് പകരാൻ ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. സംഗമത്തോടനുബന്ധിച്ച് വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മോൺസിഞ്ഞോർ ആൻഡു ആലപ്പാടൻ എന്നിവരും കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, കുടുംബക്കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രിജോ പാറയ്ക്കൽ, കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റ് ജിക്സൺ നട്ടേക്കാടൻ, ജോബി അക്കരക്കാരൻ എന്നിവരും പ്രസംഗിച്ചു. തൃശൂരിൽ ആരംഭിച്ച ഓൺലൈൻ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിക്കുന്നതിനായി 9847358919 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ നാട്ടിലെ വിശേഷം ഓൺലൈൻ വാർത്തകളിലൂടെ നിമിഷനേരം കൊണ്ട് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ഓൺലൈൻ പ്രസ് ക്ലബ് നിങ്ങളെ സഹായിക്കുന്നു.